Dear students, welcome to 5th lecture of linear programming. In this lecture, we are going to discuss how to solve the problems, the mathematical solution to the LPP. That means how to formulate the problem into the mathematical format. Okay, we already discussed the two category problem relating with the linear programming and relating with the mathematical model. Okay, before that, just refreshing, what is the linear programming? A linear programming, it's like a mathematical tools which has been used for the decision making, and it's a technique for choosing the best alternative from the set of feasible alternative. So this concept was introduced by one Mr. George in 1947, and it's a technique for choosing the best alternative from set of and feasible alternative. So widely used the mathematical modeling techniques to develop the decision maker. That means help the decision maker to take the right decision. The term is known as the linear programming. Okay, and how to formulate the mathematical model to the LPP. Okay, we already discussed the steps regarding the mathematical formulation of the LPP. The first step is identifying the objective. The first, you must identify the objectives, and after that, second one is the linear functioning of your objective. That means the functions is expressed in terms of the linear format, that's Z. And third step is the identify the constraints point of view must be identify the constraints. And fourth step is the non-negativity concept, that is x1 x2 is greater than equal to 0. That is a normal principle. The x1 x2 is greater than equal to 0. ഈ 4 സ്റ്റെപ്സ് ആണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്സ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഡിസൈഡ് ചെയ്യും, മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ ആണോ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിന് ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് എഴുതും, ദാറ്റ് മീൻ ഇറ്റ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതും. തേർഡ് സ്റ്റെപ്പിൽ കൺസ്ട്രൈൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ നോൺ നെഗറ്റിവിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസ്ട്രൈൻറ്റിൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് ലെസ് ദാൻ ഈക്വൽ ടു ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. മിനിമൈസേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. മിനിമൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു കൺസെപ്റ്റാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ലോജിക്കുമ്പോൾ ആണ് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ഫുള്ളി വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ലെറ്റ് us discuss the problem. A firm manufactures 3 products A, B and C. The profit are ₹30, ₹20 and ₹40. The firm has 2 machines and below is required the processing time in minutes for each machine on each product. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫേം മാനുഫാക്ചർ ചെയ്യുന്നത് 3 പ്രൊഡക്റ്റുകളാണ്, എ ബി സി. അതിൻ്റെ പ്രോഫിറ്റ് റെസ്പെക്റ്റീവ് ₹30, ₹20, ₹40 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ദ ഫേം ഹാസ് 2 മെഷീൻ, 2 മെഷീനാണ് ഫേമിനുള്ളത്. അവിടെയാണ് ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. മെഷീൻ അപ്പോൾ അവിടെ അത് പറഞ്ഞിട്ടുണ്ട്, മെഷീൻ 1 A8, B6, C10. മെഷീൻ 2 A4, B4 ആൻഡ് C8. ഇതാണ് മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോജിക്ക്. മെഷീൻ 1 മെഷീൻ 2 ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ 3 പ്രൊഡക്റ്റുകൾ എ ബി സി എന്ന പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിംഗ് ടൈമാണ്. മെഷീൻ എയിലാണെങ്കിൽ എക്ക് 8 മിനിറ്റ്സ് ആണ് വേണ്ടത്, ബിക്ക് ആണെങ്കിൽ 6 മിനിറ്റ്സ്, സിക്ക് ആണ് 10 മിനിറ്റ്സ് ആണ്. മെഷീൻ 2 എക്ക് 4 മിനിറ്റ്സ്, ബിക്ക് 4 മിനിറ്റ്സ്, സിക്ക് 8 മിനിറ്റ്സ്. ഇതാണ് നമുക്ക് നോർമലി 2 മെഷീനിൽ ആവശ്യമായിട്ട് വരുന്ന പ്രോസസ്സിംഗ് ടൈം ഇൻ മിനിറ്റ്സ്. Machine 1 and Machine 2 have 4,000 and 5,000 machine minutes respectively. Machine 1നും Machine 2നും വരുന്ന മിനിറ്റ്സ്, മെഷീൻ 1ന് മൊത്തമായിട്ട് 4,000ഉം മെഷീൻ 2ന് വരുന്ന 5,000 മിനിറ്റ്സും റെസ്പെക്റ്റീവ്ലി ആവശ്യമായിട്ട് മൊത്തമായിട്ട് മെഷീൻ 1ന് 4,000ഉം മെഷീൻ 2ന് 5,000 ആണ്. The firm must manufacture at least 100 A. ചുരുങ്ങിയത് 100 എങ്കിലും മെഷീൻ A മീൻസ് മാനുഫാക്ചർ ചെയ്യണം. ആൻഡ് B 200 മിനിമം, അറ്റ്ലീസ്റ്റ് B 200 ആണ് നമുക്ക് അവിടെ വരുന്നത്. അതുപോലെ തന്നെ സിക്ക് 50 ആണ്, ചുരുങ്ങിയതും അവിടെ 50 ഉണ്ടായിരിക്കണം. 50ക്ക് മുകളിൽ എത്ര വേണമെങ്കിലും വരാം, ചുരുങ്ങിയത് അവിടെ 50 അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് നോട്ട് മോർ ദാൻ നോട്ട് 150 A. അതായത് എക്ക് ഒരു കണ്ടീഷൻ വരുന്നത്
നോട്ട് മോർ ദാൻ 150, 150 മുകളിലേക്ക് പോകാനായിട്ട് പാടില്ല. സെറ്റപ്പ് an LPP to maximize the profit. നിങ്ങളടുത്ത് LPP സെറ്റ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. LPP ആണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് 3 പ്രൊഡക്റ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 2 മെഷീനിലാണ് കൺസ്ട്രക്ഷൻ വരുന്നത്. മെഷീൻ എ ഉണ്ട്, മെഷീൻ 1 ഉണ്ട്, മെഷീൻ 2 ഉണ്ട്. മെഷീൻ 1ൽ എക്ക് 8 മിനിറ്റ്സ്, ബിക്ക് 6 മിനിറ്റ്സ്, സിക്ക് 10 മിനിറ്റ്സ്. മെഷീൻ 2ൽ എക്ക് 4 മിനിറ്റ്സ്, ബിക്ക് 4 മിനിറ്റ്സ്, സിക്ക് 8 മിനിറ്റ്സ്. മെഷീൻ 1നും മെഷീൻ 2നും മെഷീൻ 1ന് മൊത്തമായിട്ട് 4000 മിനിറ്റ്സും മെഷീൻ 2ന് 5000 മിനിറ്റ്സുമാണ്. ദ ഫേം അറ്റ്ലീസ്റ്റ് 100 എ. ഒരു ഫേം ചുരുങ്ങിയത് 100 മീൻസ് എസ്, 100 എയുടെ 100 പ്രൊഡക്റ്റ്, അറ്റ്ലീസ്റ്റ് 100 എസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എ ഉണ്ടാക്കണം. ദെൻ 200 ബി ആൻഡ് 50 സി. ബട്ട് എക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, ബട്ട് നോട്ട് മോർ ദാൻ 150. ഇതിനെ മുകളിലേക്ക് പോകാനായിട്ട് പാടില്ല, 150ക്ക് മുകളിലേക്ക് പോകാനായിട്ട് പാടില്ല. സെറ്റപ്പ് ആൻഡ് LPP ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യുവർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്സ് ഒബ്ജക്റ്റീവ് ഐഡന്റിഫൈ. ഇവിടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് മാക്സിമൈസിങ് ദ പ്രോഫിറ്റ്സ്. യുവർ ഒബ്ജക്റ്റീവ് ഈസ് ദ ഓൾവേസ് മാക്സിമം. നമുക്ക് ഒബ്ജക്റ്റീവ് അവിടെ തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ദ മാക്സിമൈസിങ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ്, അതിന് സെക്കൻഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവിനെ ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് എഴുതണം. അപ്പോൾ ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ പ്രോഫിറ്റ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എന്നിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റിന്റെ ലോജിക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് റുപ്പീസ് 30, 20 ആൻഡ് 40. 13, 20, 40 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് റെസ്പെക്റ്റീവ്ലി 30, 20, 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ x1, x2, x3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് x1, x2, x3 ആർ ദ പ്രൊഡക്റ്റ്. ABC എന്ന് പറഞ്ഞാലും A എന്ന് പറഞ്ഞ x1, ദെൻ B എന്ന് പറഞ്ഞ x2, ദെൻ C എന്ന് പറഞ്ഞ x3. ഈ ലോജിക്കൽ നമ്മൾ എഴുതിയേക്കാണ്. കാരണം ABC എന്ന് എഴുതാറില്ല എപ്പോഴും x1, x2, x3. അല്ലെങ്കിൽ ആ ലോജിക്കാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ x1, x2, x3 ആർ ദ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ബൈ ദ മെഷീൻ നമ്മൾ ഇക്വേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. ഇനി നമുക്കറിയാം പ്രോഫിറ്റിന്റെ പ്രൊപ്പോർഷൻ പറഞ്ഞത് 30, 20, 40 ABCക്ക്. അപ്പോൾ A എന്ന് പറഞ്ഞ x1 ആണ്, B എന്ന് പറഞ്ഞ x2 ആണ്, C എന്ന് പറഞ്ഞ x3 ആണ്. അപ്പോൾ 30x1, 20x2, 40x3 ഇതാണ് വരാം. 30x1 പ്ലസ് 20x2 പ്ലസ് 40x3. കാരണം ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ഈസ് 30, 20, 40. അപ്പോൾ നമ്മൾ ആ ലോജിക്കിൽ അത് 30, 20, 40 ദാറ്റ്സ് x1, x2, x3. 30x1, 20x2 ആൻഡ് 40x3. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ, രണ്ടാമത് ഒബ്ജക്റ്റീവ്സിനെ ലീനിയർ ഫംഗ്ഷൻ എഴുതി. തേർഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ കൺസ്ട്രൈൻസ്. നമുക്കറിയാം കൺസ്ട്രൈൻസ് ഐഡന്റിഫൈ ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ കൺസ്ട്രൈൻസ് ലിമിറ്റേഷൻസ് പറഞ്ഞത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോഴും ഓർമ്മയിലെ കാര്യം, നോർമലി ആയിട്ട് മാക്സിമൈസേഷൻ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ലെസ് ദാൻ ഈക്വൽ ടു ആണ് യൂസ് ചെയ്യുക. മിനിമൈസേഷൻ പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുക. ആൻഡ് ഹിയർ ദ വി ഹാവ് ടു മെഷീൻ. നമുക്ക് 2 മെഷീൻ ആണുള്ളത് അല്ലെ. മെഷീൻ 1 ഉണ്ട്, മെഷീൻ 2 ഉണ്ട്. മെഷീൻ 1ഉം മെഷീൻ 2. മെഷീൻ 1ന് 8, 6, 10. മെഷീൻ 2ക്ക് 4, 4, 8. ദെൻ മെഷീൻ 1ന്റെ മൊത്തമായിട്ട് ടൈമോട് പറഞ്ഞിട്ട് 4000. മെഷീൻ 2ന്റെ മൊത്തമായ ടൈമോട് പറഞ്ഞിട്ട് 5000. ഈ കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടെ കൺസ്ട്രൈൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, മെഷീൻ അപ്പോൾ നമ്മളെ കൺസ്ട്രൈൻസ് ഒന്നുകൂടി എടുത്ത് എഴുതിക്കണം. മെഷീൻ 1 ആൻഡ് മെഷീൻ 2 have the 4000 and 5000 machine minutes respectively. The firm must manufacture at least 100 A. A എന്ന് പറഞ്ഞ x1 ആണ്, ചുരുങ്ങിയത് 100. അതിന്റെ മുകളിലേക്ക് എത്ര പോവാം. ദെൻ അതുപോലെ 200 B, 50 C. ബട്ട് എക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, ബട്ട് നോട്ട് മോർ ദാൻ ദ 150 A. ശ്രദ്ധിക്കേണ്ട കാര്യം A 150ന് മുകളിലേക്ക് പോകാനും പാടില്ല. ഓക്കെ, സെറ്റപ്പ് മാക്സിമം. ഇതാണ് നമ്മുടെ കൺസ്ട്രൈൻസ്. This is a table representing the product. And machine 1, the product A 8 minutes, product B 6 minutes, product C 10 minutes. Machine 2, machine 2, a product A 4 minutes, product B 4 minutes, product C 8 minutes. Okay, this is നമുക്ക് ടൈം അറേഞ്ച് മിനിറ്റ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെഷീൻ 1ന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെഷീൻ 1ൽ വരുന്ന പ്രൊഡക്റ്റ് നമുക്ക് അസ്യൂം x1, x2, x3 ആർ ദ പ്രൊഡക്റ്റ്. ഫോമിലേക്ക് വേണ്ടി നമ്മൾ അസ്യൂം ചെയ്തത് x1, x2, x3 ആണ്. x1 is A, x2 is B, x3 is C. So 8x1, 6x2, 10x3. Okay, and the total time is a 4000. Machine 1 is a 4000 minutes. Machine 1 is a 4000 minutes. നമുക്കറിയാം ഇവിടെ ഒബ്ജക്റ്റീവ്സ് maximization ആണ്. maximization ആണെങ്കിൽ symbol is less than equal to. So the symbol is less than equal to. ഇതാണ് യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ മെഷീൻ 1ന്റെ ആദ്യത്തെ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും 8x1 6x2 then 10x3 less than equal to, because the maximization equal to the time is the 4000 minutes. And similarly machine 2ന്റെ നമുക്ക് പറയാനായിട്ട് സാധിക്കും 4x1 then 4x2 plus 8x3 then total time is 5000. Total time is 5000. Objective is maximization, so the symbol is less than equal to. The symbol is less than equal to. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് അവിടെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഓക്കെ, ദ ഫേം മസ്റ്റ് മാനുഫാക്ചർ അറ്റ്ലീസ്റ്റ് 100 A, അതായത് ചുരുങ്ങിയത് 100. എനെ കുറിച്ചാണ് ഇപ്പോൾ പറയണത്. ചുരുങ്ങിയത് 100 എന്ന് പറഞ്ഞാൽ x1 ആണ്. 100 എണ്ണമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. then 200B and 50C എന്ന് പറഞ്ഞാൽ, ബട്ട് എക്ക് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, നോട്ട് മോർ ദാൻ 150A, കാരണം ഒരിക്കലും 150 കൂടാനും പാടില്ല. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അത് കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യം ഇതിന്റെ കേസ്, എയുടെ കേസ് കൺസ്ട്രക്ട് ചെയ്യുക. എക്ക് 100 then നോട്ട് മോർ ദാൻ 150 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ദ ഫേം മാനുഫാക്ചർ അറ്റ്ലീസ്റ്റ് 100A, 200B and 50C ബട്ട് നോട്ട് മോർ ദാൻ 150A. അപ്പോൾ എയുടെ കാര്യം ആദ്യം എഴുതാം. അപ്പോൾ നമുക്കറിയാം 100A ആണ്, ചുരുങ്ങിയത് 100 ആയിരിക്കണം. ദെൻ അതിൻ്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിൽ വരാം, 100. അപ്പോൾ നമ്മൾ എഴുതി ചുരുങ്ങിയത് 100. അപ്പോൾ എ എന്ന് പറഞ്ഞ x1 ആണ്. എ ഈസ് x1, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും വരാനായിട്ട് സാധിക്കും. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, ഒരിക്കലും 150 മുകളിലേക്ക് പോകാനും പാടില്ല. സോ ദ കണ്ടീഷൻ ഇസ് 150, അല്ല നോട്ട് മോർ ദാൻ. നമുക്കറിയാം ലെസ് ദാൻ ഈക്വൽ ടു. മോർ ദാൻ ഈസ് ദ മീൻസ് പ്രോഫിറ്റിൻ്റെ നമ്മൾ പറഞ്ഞ മോർ ദാൻ ആണ്. ഒരിക്കലും 150 മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ 150 ആണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ 100ന്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോവാം അല്ലേ, അറ്റ്ലീസ്റ്റ് 100 ഉണ്ടായിരിക്കണം ചുരുങ്ങിയത്. അപ്പോൾ ഈക്വൽ ടു 100 ഉണ്ടായിരിക്കും. 100ന്റെ മുകളിലേക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ അതൊരിക്കലും 150 കടക്കാനും പാടില്ല. ആ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മളത് കൺസ്ട്രക്ട് ചെയ്തു. 100 ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ള ലോജിക്ക്. ഈസ് x1, എ ഈസ് x1, ചുരുങ്ങിയത് 100 ഉണ്ടായിരിക്കണം. ദെൻ അതിൻ്റെ മുകളിലേക്ക് പോവാം, പക്ഷേ ഒരിക്കലും 150 ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തു. ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. 100ന്റെ മുകളിലേക്ക് പോവാം, പക്ഷേ ഒരിക്കലും 150 മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു എന്ന സിമ്പിളോടെ യൂസ് ചെയ്തു. ഇനി അടുത്തതുപോലെ മാനുഫാക്ചർ 100A, 200B എന്നാണ് പറഞ്ഞത്. 200B ഈസ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ മുകളിലേക്ക് എത്ര വേണമെങ്കിൽ പോവാം. അപ്പോൾ x2 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നമുക്ക് മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോവാം. 200 മുകളിലേക്ക് എത്ര വേണമെങ്കിൽ പോവാം. അറ്റ്ലീസ്റ്റ് 200 ഉണ്ടാക്കി, 200 മുകളിലേക്ക് എത്ര വേണമെങ്കിൽ പോവാം. ദെൻ അറ്റ്ലീസ്റ്റ് 50C, ദാറ്റ് മീൻസ് പോലെ x3 ഈസ് അറ്റ്ലീസ്റ്റ് 50 ആണ്. 50ക്ക് മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോകാം. ആ ഒരു ലോജിക്കിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ തന്നെയാണ്. അവിടെ എക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, ഇൻ ബിറ്റ്വീൻ 100 and 150 ആണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100ന്റെ മുകളിലേക്ക് പക്ഷേ 150 ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ x1 എ കൺസ്ട്രക്ട് ചെയ്തു. ബിക്ക് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 200. അപ്പോൾ 200 ചുരുങ്ങിയത് 200ന്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിൽ പോകാം. അപ്പോൾ x2 ഈസ് ദ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 200 ആൻഡ് 50C, ദാറ്റ് മീൻസ് x3 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 50. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കൺസ്ട്രൈൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ കൺസ്ട്രൈൻസ് മുഴുവൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോർത്ത് സ്റ്റെപ്സ് ആണ്. ഫോർത്ത് സ്റ്റെപ്സ് നമുക്കറിയാം നോൺ നെഗറ്റിവിറ്റി കൺസെപ്റ്റ് ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് എത്ര വാരിയബിൾ ഇവിടെ x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്. x1, x2, x3 എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. അത് അങ്ങനെ തന്നെയാണ് ഇവിടെ വരുന്നത്. x1, x2, x3 അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 തന്നെയാണ് ഇവിടെ എപ്പോഴും വന്നിട്ടുള്ളത്. അതാണ് നോൺ നെഗറ്റിവിറ്റി കൺസെപ്റ്റ്. ഇനി നമ്മൾ ഫൈനലി ഇത് പറയുകയാണെങ്കിൽ നമുക്കറിയാം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഒബ്ജക്റ്റീവ്. ദാറ്റ് മീൻസ് ഇസ് ഈക്വൽ ടു 30x1 plus 20x2 plus 40x3. നമ്മൾ ഒബ്ജക്റ്റീവ്സ് എഴുതി. ഓക്കെ, ദിസ് ഒബ്ജക്റ്റീവ് and the constraints. First 8x1 6x2 plus 10x3 less than equal to 400, and second constraint 4x1 plus 4x1 plus 4x2 8x3 less than equal to 5000, and then another one is 150 is less than equal to x1 then greater than equal to 100, then x2 is greater than equal to 200, and x3 is greater than equal to 50, and x1 x2 and x3 are greater than equal to 0. ഈ ഒരു എലമെന്റ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റെപ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്നത്. വൺസ് അഗെയിൻ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സ് ഒബ്ജക്റ്റീവ്സിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഒബ്ജക്റ്റീവ്സ് നമ്മളോട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ അതിന് ലീനിയർ ഫംഗ്ഷനിലേക്ക് മാറ്റാണ്. ദാറ്റ് മീൻസ് z ഈക്വൽ ടു 30x1, കാരണം ഒബ്ജക്റ്റീവിൽ സ്പെസിഫൈ 30 20 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30x1 plus 20x2 plus 40x3 നമ്മൾ സ്പെസിഫൈ ചെയ്ത് അവിടെ എഴുതാണ്.
അതിനുശേഷം അതിനെ നമ്മൾ കൺസ്ട്രൈൻസിലേക്ക് കൊണ്ടുവരുന്നു. കൺസ്ട്രൈൻസിൽ കൊണ്ടുവരുമ്പോൾ കൺസ്ട്രൈൻസോടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ ടേബിൾ വൈസ് M1ന്റെ 4000, M2ന്റെ 5000 ആണ്. ദെൻ കണ്ടീഷൻ for the manufacturer at least 100A, 200B, then 50C but not more than 150 എന്നൊരു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കൺസ്ട്രൈൻസ് 8, 6, 10, 8x1, 6x2 and 10x3. രണ്ടാമത്തെ 4x1, 4x2 and 8x3. and then another one is constraints at least 100, ചുരുങ്ങിയത് 100 അതിൻ്റെ മുകളിലേക്ക്, പക്ഷെ 150 കൂടാനും പാടില്ല. അതാണ് x1ന്റെ കണ്ടീഷൻ. ദാറ്റ് മീൻസ് A is representing the x1. രണ്ടാമത്തെ 200, at least 200, that means greater than equal to 200. then x3 greater than equal to 50. ഈ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അത് നമ്മൾ നോൺ നെഗറ്റിവിറ്റി കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നു, ഫൈനലൈസ് ചെയ്തു കൊണ്ടുവരാണ്. Okay, these are steps regarding this problem. Anyway, once again, what is a linear programming? The linear programming is a mathematical modeling techniques and mathematical tool used for the decision making, and is one of the best decision making process, one of the best tool for the decision making. And this is steps for the formulation of the mathematical model, and the 4 steps identify the objective and the linear function and non constraints and non-negativity concept. This is a problem. We discuss the first element is creation of the means identify the objective, and the second one is the linear function. Third step is constraints creation. Constraints are created, machine 1 and the machine 2, and after that there is at least values and the x1, x2, x3, and finally there is non-negative. x1, x2 is always greater than equal to 0. Okay, these are the important element of this problem. Okay, anyway, thank you so much, and thank you for watching me.